വടകരയിൽ ബോംബ് പൊട്ടി CPM-കാരന്റെ കൈ പോയി. അവിടുത്തെ CPM സ്ഥാനാർത്ഥി വന്നൊരു നുണബോംബ് പൊട്ടിച്ചു, അത് ചീറ്റിപ്പോയി. അപ്പൊ അവര് പറയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഞങ്ങളുടെ കയ്യിൽ അവര് പോലീസിന് കൊടുത്ത പരാതിയുണ്ട്. അവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അവർക്കെതിരായി വീഡിയോ ക്ലിപ്പിംഗ് നടത്തി പ്രചരണം നടത്തുന്നു എന്ന് അവര് കൊടുത്ത 10 പോയിന്റുകളിൽ 8ഉം 9ഉം പോയിന്റാണ്. അവര് കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞാനാണ് ചോദിച്ചത്, ഈ വീഡിയോ ആര് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ്സുകാരോ UDF-കാരാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കാം എന്ന് ഉറപ്പ് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ ഞാൻ 2-3 ദിവസമായി പറയണം. ഇന്നലെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വീഡിയോ എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, അവര് പരാതിയും കൊടുത്തിട്ടുണ്ട്. MV ഗോവിന്ദൻ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. വ്യാപകമായി ഈ വടകരയിലെ LDF സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞങ്ങൾ വീഡിയോ പ്രചരിപ്പിക്കുകയാണ്, ഷാഫി പറമ്പിലാണ് ആ വീഡിയോ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരിട്ട സൈബർ ആക്രമണം എന്താ? എനിക്കെതിരെ 20 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് വരെ എഴുതി. ഇതിനുശേഷം സൈബർ ആക്രമണം. ഷാഫി പറമ്പിലിന്റെ ഉമ്മയെ വരെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചു. ഞങ്ങളാണ് സൈബർ ആക്രമണം നേരിട്ടത്. എന്നിട്ട് ഇവര് വന്നിട്ട് ഇപ്പൊ പറയുക ഞാൻ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനത് ഗദ്ഗത കണ്ടയായതല്ല, ഞാനത് വികാരപരിതയായതല്ല, പൊടി കയറിയിട്ട് അസുഖം വന്നിട്ടാണ് കരഞ്ഞ പോലെ തോന്നിച്ചതെന്ന്. എന്തൊരു അഭിനയമാണിത്, എന്തൊരു അഭിനയമാണ്. എത്ര പേരാണ് ഇതിന്റെ പേരിൽ ചീത്ത കേട്ടത്. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് നുണയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു. വീഡിയോ പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളെടുത്ത മുഴുവൻ കേസുകൾ പിൻവലിക്കാം, മുഴുവൻ കേസുകൾ പിൻവലിക്കാം. പാവപ്പെട്ടവർക്കെതിരെ, നിരപരാധികൾക്കെതിരെ കേസെടുത്തിരിക്കുക. ഞാനൊരു 9 പരാതി കൊടുത്തു, എനിക്കെതിരെ ഒറ്റത്തിനും കേസെടുത്തില്ല. ഇലക്ട്രൽ ബോണ്ടിൽ കാശ് വാങ്ങി നരേന്ദ്രമോദി എന്ന് പോസ്റ്റിട്ട പാലോടിലൊരു യൂത്ത് കോൺഗ്രസ്സുകാരനെതിരായി കേസെടുത്തു. എന്താ കേസെന്നറിയാം? FIR. നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്. അതിന് കേസെടുത്ത ഈ പിണറായി വിജയനാണ് നമ്മളോട് മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്, മോഡി വിരുദ്ധത പറയുന്നത്. മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്. സെക്യൂരിറ്റി ഇലക്ട്രൽ ബോണ്ടിൽ പൈസ വാങ്ങിയെന്ന് പോസ്റ്റിട്ടേ മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ് ഷെമാ മുഹമ്മദിനെതിരായി കേസെടുത്ത് വർഗീയതയ്ക്കെതിരായി സംസാരിച്ചതിന്. അപ്പൊ മോഡിക്കെതിരായി കേരളത്തിൽ സംസാരിച്ചാൽ പിണറായിയുടെ പോലീസ് കേസെടുക്കും. നമുക്കെതിരെ എന്ത് സൈബർ ആക്രമണവും നടക്കാം, കുടുംബാംഗങ്ങളെ വരെ വലിച്ചഴിക്കാം. എന്നിട്ടാണ് ഇവരിപ്പോ ഇത് പറയുന്നത്. ഇതിപ്പോ 7 നിലയിൽ ചീറ്റിപ്പോയില്ലേ ഈ പറഞ്ഞ കാര്യം. എത്രമാത്രമാണ് ആ ഷാഫി പറമ്പിൽ അപമാനിക്കപ്പെട്ടത്. ഷാഫി പറമ്പിൽ ഇതാണ് പണി, അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ഷാഫി പറമ്പിൽ. ഇപ്പൊ പറയാ വീഡിയോ ഇല്ല, പോസ്റ്ററാണ്. ഏത് പോസ്റ്റർ, എവിടെ വീഡിയോ എന്ന് ചോദിച്ചപ്പോ ഒരു മാധ്യമപ്രവർത്തകർ ആരും കണ്ടിട്ടില്ല വീഡിയോ, ഞങ്ങളാരും കണ്ടിട്ടില്ല വീഡിയോ. പോലീസിനോട് ഞങ്ങൾ അന്വേഷിച്ചു, പോലീസിന്റെ കയ്യിലില്ല. ഇവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അതിന്റെ കോപ്പിയില്ല. അപ്പൊ പച്ചക്കള്ളമല്ലേ പറഞ്ഞത്. ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച എനിക്കെതിരായി അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വൈകാരികമായ തരംഗം ഉണ്ടാക്കാൻ ചെയ്ത നുണബോംബാണ്. ഞാൻ അന്ന് പറഞ്ഞല്ല ഇത് നുണബോംബാണെന്ന്. ഇപ്പൊ നുണബോംബ് പൊട്ടിയല്ലേ, മറ്റേ പാനൂരിലെ ബോംബും പൊട്ടി, ഈ നുണബോംബും പൊട്ടി, രണ്ടും കൂടി ഒരുമിച്ച് പൊട്ടി.